ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ് ആയല്ലോ. അതെ അതെ അതെ, ഇന്നലെ ഗംഭീര ഒരു നൈറ്റ് മാർച്ച് കഴിഞ്ഞത് കൊട്ടിക്കലാശത്തിന്റെ തുടക്ക ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു മാസം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടേ ഇല്ല. ഒരു മാസത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു 100 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും മൊത്തത്തിൽ തോന്നുന്നു ഒരു മാസം. പക്ഷെ ഞാനത് എൻജോയ് ചെയ്തു. ഞാനെന്നല്ല, പ്രവർത്തകരത് കൂടുതൽ എൻജോയ് ചെയ്തു, ജനങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്തു. പ്രവർത്തകരുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ സ്ഥലത്ത് ഓടിയെത്താൻ ഒരു മടിയും കൂടാതെ തന്നെ സാധിക്കുന്നുണ്ട്. ഒരെവിടെ വിളിച്ചാലും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓടിയെത്താൻ എൻ്റെ കൂടെ ജയദേവനാണ്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാണ് ഉള്ളത്. അപ്പോൾ ജയനാണ് കാര്യങ്ങളെല്ലാം ജയന്റെ കൂള് നഷ്ടപ്പെട്ട് കണ്ടത് ഇന്നലെ മാത്രമാണ്. ഇന്നലെ ജയൻ കുറച്ച് കാരണം പറ്റുന്നില്ല ഹാൻഡിൽ ചെയ്യാൻ. ഈ അവസാന ദിവസം ആകുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തണം എന്ന് ആളുകൾ പറയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ജയൻ ആദ്യമായിട്ട് എന്നോട് എപ്പോഴും ഡോക്ടറെ ദേഷ്യപ്പെടരുത്, ആവശ്യമില്ലാണ്ട് ഉപദേശിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു കൂൾ ജയൻ കൂൾ. ആദ്യമായിട്ട് ജയനെ ഉപദേശിക്കേണ്ടി വന്നു. അതാണ് ഇതിൽ സംഭവിച്ചത്. തുടക്കത്തില് നമുക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആളുകളുടെ അടുത്തേക്ക് എത്താൻ സമയം ഇല്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് റൗണ്ടിലേക്ക് വരുമ്പോൾ, അവസാനം മണിക്കൂറുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോഴും എല്ലാവരിലും എത്തിയിട്ടില്ല എന്നുള്ള കുറ്റബോധം എന്നിലുണ്ട്. അതൊരു വ്യക്തിപരമായ ഒരു കുറ്റബോധമാണ്. പക്ഷേ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആദ്യമായി എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ 3 തവണ നിങ്ങളുടെ ആൾക്കാർ വന്നു. ആലോചിച്ച് നോക്കണം, ട്രഡീഷണൽ പോക്കറ്റുകളല്ലാത്ത സ്ഥലങ്ങളിൽ 3 തവണ നമ്മുടെ പ്രചരണ സാമഗ്രികളുമായി എത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതും അത് ജനങ്ങൾ ഓർത്തു വയ്ക്കുന്നു എന്നുള്ളതും ഞങ്ങളെ കാണാൻ വന്നത് നിങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നതുമായിട്ടുള്ള വലിയ വലിയ എന്താ പറയുക സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. മുനിസിപ്പാലിറ്റിയുടെ ചില പോക്കറ്റുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ട്രഡീഷണലി മുനിസിപ്പാലിറ്റിക്കകത്ത് എന്തോ ശക്തി കുറവാണ് എന്നൊക്കെയാണല്ലോ ഇടതുപക്ഷത്തെ പറ്റി വിലയിരുത്തൽ. വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാൻ, മുനിസിപ്പാലിറ്റിക്കകത്തെ വോട്ടുകളെയും കൺസോളിഡേറ്റ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് കൃത്യമായി സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. ഇന്നത്തെ നൈറ്റ് മാർച്ച് ഒരു മാസമായുള്ള പ്രചരണം അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നു. അവിടെ എന്താണ് പാലക്കാട് ഇപ്പോൾ ഈ ലാസ്റ്റ് ലാപ്പിൽ ചർച്ച ചെയ്തൊരു രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രി വന്ന് 2 ദിവസം ഞാൻ തന്നെ പറഞ്ഞു, അതായത് സമ്മപ്പ് ചെയ്തു 6 പൊതുയോഗങ്ങൾ, 8ഓളം മണിക്കൂർ, 7 മണിക്കൂറിന് മുകളിൽ അദ്ദേഹം പ്രസംഗിച്ചു. എല്ലായിടത്തും 1 മണിക്കൂറിന് മുകളിൽ പ്രസംഗിച്ചു. ഈ പ്രസംഗങ്ങളിലൊക്കെയും അദ്ദേഹം വ്യത്യസ്തങ്ങളായ മേഖലകളിലെ കേരളത്തിൻ്റെ ഉയർച്ച, വളർച്ച ഒക്കെ കൃത്യമായി പറഞ്ഞു. അതിനോടൊപ്പം നിൽക്കാൻ പാലക്കാട് വേണം. പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കലുമായി കേരള സർക്കാർ മുന്നോട്ട് പോയത്, അതുകൊണ്ട് മാത്രം സാധ്യമായ ഒരു പ്രൊജക്റ്റ് വരുന്നതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ കുറേ പേര് വരുന്നത് ഒന്നടക്കം രസകരമായി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ആ വിഷയങ്ങൾ കൂടി ചർച്ചയാക്കാൻ സാധിച്ചു. മറ്റ് വിഷയങ്ങളെ കൊണ്ട് അതിനെ തകിടം മറിച്ചേക്കാമെന്ന് ചിലരൊക്കെ കണക്ക് കൂട്ടിയതിനെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളി. അല്ലെങ്കിലും ജനവിധിയെ സ്വാധീനിക്കാൻ അവസാന മണിക്കൂറുകളിൽ നടത്തുന്ന നാടകങ്ങളെയൊക്കെ ജനാധിപത്യ ബോധമുള്ള പാലക്കാടൻ ജനതയെ പോലെയുള്ളവരൊക്കെ തള്ളിക്കളയാന്നല്ലാതെ എനിക്ക് തോന്നുന്നു വില കുറച്ച് കണ്ടു പാലക്കാടിനെ ഐക്യജനാധിപത്യ മുന്നണി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വില ഇത്തവണ പഠിപ്പിക്കുമോ പാലക്കാട്? വോട്ടിന്റെ വില പഠിപ്പിക്കാൻ ജനങ്ങൾ നേരത്തെ തീരുമാനിച്ച, കാരണം വിലയേറിയ വോട്ട് 2021 കൊടുത്തത് വിലയില്ലാത്ത ജനങ്ങളായിട്ട് തള്ളിക്കളഞ്ഞ ആൾക്കൂട്ടമാണത്. അതിനെ ഇത്തവണ എൻഡോഴ്സ് ചെയ്യരുതെന്ന് തീരുമാനിച്ചവരായിരുന്നു. കൂടുതൽ കാരണങ്ങൾ അതിന് മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ തീരുമാനത്തിന് വളരെ ശക്തമായ രീതിയിൽ തന്നെ ജനങ്ങൾ പ്രതികരിക്കും. നമുക്കൊക്കെ ഒരു ഡെസിഗ്നേറ്റഡ് റൂട്ടുണ്ട്. 4 മണി മുതൽ 6 മണി വരെ അവിടെയാണ് ഉണ്ടാകേണ്ടത്. പട്ടണത്തിനകത്ത് പ്രാദേശികമായിട്ട് അവിടെയും ഇവിടെയുമായിട്ടുള്ള 3 സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഗ്യാതറിങ്ങുകൾ ഉണ്ടാവും. നമ്മൾ അവിടെയൊക്കെ എത്തുന്നുണ്ട്, അവിടെ എത്തും. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവരും കാത്തു നിൽക്കും. അപ്പോൾ ഡോക്ടർ ഷാരിൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു.